ബാർ ഉടമ നേതാവ് അനിമോനെ കുറവിലങ്ങാട്ടെ ബാറിലെത്തി തിരുവനന്തപുരത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം 5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. എന്നാൽ എല്ലാ ആരോപണങ്ങളും അനിമോൻ നിഷേധിക്കുകയാണ്. മദ്യനയത്തിലെ ഇളവിന് സർക്കാരിന് കോഴയെന്ന ആരോപണം തള്ളുകയാണ്. കെട്ടിട ഫണ്ട് പിരിവിൽ സമ്മർദ്ദം ചെലുത്തിയ ദേഷ്യത്തിലാണ് ശബ്ദരേഖ ഗ്രൂപ്പിലിട്ടതെന്നാണ് മൊഴി. കോഴയെപ്പറ്റി പറഞ്ഞത് ഓർമ്മയില്ലെന്നും അനിമോൻ പറയുന്നു. മന്ത്രി എം. രാജേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുക്കൽ. ഓഫീസ് കെട്ടിടത്തിന് 2.5 ലക്ഷം പിരിച്ചുവെന്ന ബാർ ഉടമകളുടെ വാദം തെറ്റാണെന്ന് നേരത്തെ തന്നെ തെളിഞ്ഞിരുന്നു. എന്നാൽ ബാർ കോഴ 2.0 കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം. മന്ത്രി മുഹമ്മദ് റിയാസിനെയും എം. രാജേഷിനെയും ഉന്നമിട്ടാണ് നീക്കം. മന്ത്രിമാര് രണ്ടുപേരും പച്ചക്കള്ളം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു. 2 മന്ത്രിമാർ ഇങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. SP നിയന്ത്രിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയാണ്. ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് SHOയെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി നേതാക്കന്മാരാണ്. എന്നാൽ മദ്യനയത്തിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് സർക്കാർ. പ്രതിപക്ഷ നേതാവിന് പരിഹാസത്തിലൂടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയുക ചർച്ച നടന്നിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ KSU നടത്തിയ ചർച്ചയായിരിക്കും. ക്രൈംബ്രാഞ്ച് മാറി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന നിലപാടിലാണ് BJP. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അടിയന്തരമായി മൗനം വെടിഞ്ഞ് ഉണ്ടായ സത്യം തുറന്നു പറയാൻ തയ്യാറാവണം. ബാർക്കോഴ 2ാം ബാർക്കോഴയുടെ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാൻ സർക്കാർ തയ്യാറാവണം. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.